പിള്ളേരെ സ്കൂളിൽ വിട്ടേച്ച് രാവിലെ തന്നെ ഞാൻ സഞ്ജുവിനെ വിളിക്കാൻ വന്നിട്ടുണ്ട്. എന്താണെന്നല്ലേ, നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് സഞ്ജുവിനെയും വിളിച്ച് നേരെ ഞങ്ങൾ കോട്ടയം പാമ്പാടി ഭാഗത്തോട്ടാണ് പോയത്. അവിടെ നമ്മുടെ ആദ്യത്തെ സർപ്രൈസ് ഗിഫ്റ്റൊക്കെ കൊടുത്തു. അവിടുന്ന് നേരെ ഉച്ച കഴിഞ്ഞ് നമുക്ക് നിരണത്ത്, ഉച്ച കഴിഞ്ഞെന്ന് പറയാൻ കാര്യം വേറൊന്നുമല്ല, കാരണം നമുക്ക് തലേദിവസം വൈകുന്നേരമാണ് ഇതിൻ്റെ ഓർഡർ കൺഫേം ആയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കണം ഇനിയിപ്പോൾ. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നേരെ ചങ്ങനാശ്ശേരിക്ക് പോവാണ്. പോകുന്ന വഴി നമ്മുടെ പാറേപ്പള്ളിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. പാറേപ്പള്ളി ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പള്ളിയാണ് അവിടെ പണിതുകൊണ്ടിരിക്കുന്നത് അല്ലേ, ഭംഗിയിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ നേരെ ഷോപ്പിംഗ് എന്താ, നമ്മുടെ ഗിഫ്റ്റിനുള്ള സാധനങ്ങൾ. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ ഇതിൻ്റെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ നമ്മുടെ ഹാമ്പർ സെറ്റ് ചെയ്യാനുള്ളത് നമ്മുടെ ഷോപ്പിലേക്ക് എടുത്തുകൊണ്ട് പോയി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇല്ലേ പിന്നെ ഞാൻ വീട്ടിൽ വന്ന് ഇനി അത് ഉണ്ടാക്കണം. അതുകൊണ്ട് തന്നെ ഷോപ്പിലേക്ക് നമുക്ക് അത്യാവശ്യം ബോക്സും ഫ്ലവറും ഒക്കെ എടുത്തുകൊണ്ട് പോയി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച നമ്മുടെ ഷർട്ടും കാര്യങ്ങളും എല്ലാം നമ്മളതിൽ സെറ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ, ഞാൻ സഞ്ജു ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടുന്ന് നേരെ ഞങ്ങൾ നിരണത്തിന് പോവുകയാണ്. വൈകുന്നേരം ആകാറായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലായിരുന്നു. കുറച്ച് തിരക്കായിട്ട് ഇങ്ങനെ പോയതുകൊണ്ട് തന്നെ ഞങ്ങൾ വൈകുന്നേരം ഒരു മീറ്റ് ഒരു ചെറിയ ജ്യൂസ് നമ്മൾ അത്യാവശ്യം അങ്ങ് വാങ്ങിച്ചെന്നുള്ളതേ ഉള്ളൂ, എന്തെങ്കിലും ഒന്ന് കുടിക്കണമല്ലോ എന്ന് വിചാരിച്ച് അവിടെ നമ്മുടെ നിരണത്ത് പോയി നമ്മൾ ഹാമ്പർ അവിടെയും കൊടുത്തു. അപ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് വിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളവിടെ കൊടുത്ത സമയത്തും മഴയുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് തെളിഞ്ഞാണ് ഈ കാണുന്നത് കേട്ടോ. കണ്ടോ, നല്ലൊരു സീനറിയിലായിരുന്നു അത് കണ്ടത്. ഞങ്ങൾക്കത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അന്നേരം ഞങ്ങളത് വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കുമായിരുന്നു. സഞ്ജു മഴയൊക്കെ മാറ്റി നമ്മുടെ സീറ്റൊക്കെ സെറ്റ് ചെയ്തെടുത്ത് ഞങ്ങളിങ്ങനെ തിരിച്ച് വന്നു. സഞ്ജുവിനെ നമ്മുടെ വീട്ടിലല്ല, സഞ്ജുവിൻ്റെ വീടിൻ്റെ അവിടെ ഇറക്കി വിട്ടു. പുള്ളിക്കാറ്റ് നടന്നങ്ങ് പൊക്കോളും. അവിടുന്ന് ഞാൻ തിരിച്ച് വന്ന് നമ്മുടെ ഷോപ്പ് അടയ്ക്കാൻ വേണ്ടി, കാരണം നമ്മുടെ സ്റ്റാഫ് രേഷ്മ നേരത്തെ പോയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അടച്ചോളാമെന്ന് പറഞ്ഞു. അവിടുന്ന് അടുത്തത് നമുക്ക് വൈകുന്നേരം ഒരു ഗിഫ്റ്റ് കൂടെ ഉണ്ടായിരുന്നു. ആ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ചോക്ലേറ്റൊക്കെ എടുത്ത് അവിടുന്ന് പിള്ളേരെ ട്യൂഷൻ വിട്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അതാണ് അമ്മയുടെ അടുത്ത് പോയത്. തിരിച്ച് നേരെ വീട്ടിൽ വന്നിട്ട് നമ്മുടെ സമയം കണ്ടു, 8:30. നമ്മൾ ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു ചോക്ലേറ്റ് ഹാമ്പർ സെറ്റ് ചെയ്ത് അവിടുന്ന് 9:15 ആയപ്പോഴത്തേക്ക് നമ്മൾ നേരെ പോവാണ് നമ്മുടെ ഒരു കൊച്ചു കുഞ്ഞിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി. സർപ്രൈസ്. അവനും സ്കൂളിൽ നിന്നൊക്കെ വരണം. പിന്നെ അടുത്ത ദിവസമാണ് ബർത്ത്ഡേ കേട്ടോ അവൻ്റെ. നമ്മൾ പിറ്റേ ദിവസത്തേക്ക് പിന്നെയും നോക്കിയിരിക്കണ്ടല്ലോ, കുഞ്ഞല്ലേ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവൻ്റെ ആ എക്സ്പ്രഷനും കാര്യങ്ങളും ഒക്കെ കണ്ടോ, എന്തൊരു സന്തോഷമല്ലേ. അപ്പോൾ വന്ന് അവന് ഗിഫ്റ്റ് കൊടുത്തു, തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.